ക്ലോത്ത് ഡയപ്പർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട്, ഡയപ്പർ ലൈനർ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം എവറി വൺ ടു ജോഹി ടൈം. നമ്മൾ അധികം പേരും ഈ ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട് ഇതിന്റെ പോക്കറ്റിന്റെ അകത്ത് വെക്കാതെ ഇത് വെറുതെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. കാരണം ഇത് ഈ പോക്കറ്റിനകത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയൊക്കെ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണെങ്കിലും ഒറ്റ യൂറിൻ പാസ് ചെയ്താൽ തന്നെ ഇത് സ്മെല്ല് വരും. അതോടെ ഇതിന് ഷെല്ല് എന്നാണ് പറയാ. ഈ ഷെല്ലും ഈ ഡയപ്പർ ഇൻസേർട്ടും ഒന്നിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഈ ഒരു ഇൻസേർട്ട്, ഈ ലൈനർ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഈ ഒരു ഷെല്ല് നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാൻ ചെയ്യാം. മാത്രമല്ല ബേബിയുടെ സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ബേബീസിന്റെ സെൻസിറ്റീവ് സ്കിന്നുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ഒരു ഭാഗമായതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇത് ലീക്ക് പ്രൂഫ് ആയിരിക്കും വേണം. അതുകൊണ്ട് തന്നെ ഈ ക്ലോത്ത് ഡയപ്പർ ലൈനർ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫംഗ്ഷനാലിറ്റിയും എനിക്ക് ഒരുപോലെ കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ടിന്റെ ഒരു മിനി കളക്ഷനാണ്. ഇതിൽ ഓരോന്നിന്റെയും ബ്രീഫ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത് ബേബി ഹഗിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടന്റെ ക്ലോത്ത് ഡയപ്പർ ആണ്. ന്യൂ ബോൺസ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് 3 ഒരു സെറ്റ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് കുറച്ച് കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബേബി ഒന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു യൂറിൻ ഇതിനകത്തേക്ക് ഒറ്റ പീ പോലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ബേസിക് ആയിട്ട് ഒരു മിക്ക ക്ലോത്ത് ഡയപ്പറും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ഫാബ്രിക് വരുന്നത് മൈക്രോ ഫൈബർ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ ഇതിന് അബ്സോർബൻസി ബേബി ഒന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് സൂപ്പർ ബോട്ടത്തിന്റെ ഡയപ്പർ ലൈനർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് നമ്മൾ ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ട് അല്ല ഇത്. ആക്ച്വലി ഇത് ഒരു ഡയപ്പർ ലൈനർ എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒരു ഡയപ്പർ പാഡ് വെക്കണം, എന്നിട്ട് അതിന് മുകളിൽ ഇതൊരു ലെയർ പോലെ വെക്കാനാണ്. കാരണം ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഡ്രൈ ഫീൽ ആയിരിക്കും. ബേബിക്ക് എപ്പോഴും ഇത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ ഇതിന് അടിയിലുള്ള മെറ്റീരിയൽ ഏതാണോ അതിലേക്കാണ് വെള്ളം ഇത് പാസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ്, ഒരു പ്ലാസ്റ്റിക് ഫീലാണ് തോന്നുന്നത്. ഇത് ലവ്ലാപ്പിന്റെ ഡയപ്പർ അതിന്റെ കൂടെ വരുന്നതാണ്. ഇത് ഒരു ഉപയോഗമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് പക്ക എന്താ പറയാ, വെള്ളം ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കൂടെ അങ്ങോട്ട് വീഴും. വെള്ളത്തിന് ഒട്ടും അബ്സോർബ് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ബേബി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ കൂടി അങ്ങോട്ട് പോകും. പിന്നെ ഇതിന്റെ ലവ്ലാപ്പിന്റെ ഈ ഒരു ഇതിന്റെ കൂടെ വാങ്ങിയതാണ് കേട്ടോ അത്. അപ്പൊ ഇതിന്റെ ഈ മെറ്റീരിയലും ഇങ്ങനെ തന്നെയാണ്. ഇത് വെള്ളം ഒട്ടും അബ്സോർബ് ചെയ്യില്ല. വെള്ളം അബ്സോർബ് ചെയ്ത് താഴേക്ക് പോകണ്ടേ, അല്ലാതെ ഇതെങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് രണ്ടും ശരിക്കും വേസ്റ്റ് ആണ്, ഇത് ഉപയോഗിക്കേണ്ട. ഇത് ബേബി ഹഗിന്റെ വേറൊരു ഡയപ്പർ ഇൻസേർട്ട് ആണ്. ബാംബു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ മെഷീൻ വാഷ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഇത് നല്ല മെറ്റീരിയൽ ആണ്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ പൊടിഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ വാഷ് ചെയ്യുമ്പോൾ അത് മൊത്തം എല്ലാ ഡ്രസ്സിലേക്കും പരക്കും ഈ ഒരു സാധനം. പിന്നെ അത് യൂസ് ചെയ്യാനും കഴിയില്ല. ബേബിയുടെ സ്കിന്നിലൊക്കെ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇത് സൂപ്പർ ബോട്ടത്തിന്റെ ഇൻസേർട്ട് ആണ്. സൂപ്പർ ബോട്ടം വാങ്ങിക്കുമ്പോൾ അതിന് കൂടെ കിട്ടുന്നതുകൊണ്ട് ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര അബ്സോർബൻസി ഉള്ള മെറ്റീരിയൽ ആണ്. കാരണം ഇത് ഇങ്ങനെ ഈ കോട്ടൺ പോലെ തോന്നുന്നത് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കുട്ടി യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പൊ ഇതിനെനിക്ക് ഒരൊറ്റ കുഴപ്പമാണ് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കോട്ടൺ ടച്ച് ഇല്ല, ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാൻ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇത് ബേബിന്റെ സ്കിന്നുമായിട്ട് ടച്ച് വരുന്ന ഈ ഒരു ഭാഗം നല്ല ഗുഡ് ക്വാളിറ്റി മൈക്രോ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതേസമയം ബാക്കിലുള്ള ഈ ഒരു സർഫസ് കണ്ടോ, ഇത് പുറത്തേക്ക് വെള്ളത്തിനെ പാസ് ചെയ്യില്ല. അപ്പോൾ ഇതിന്റെ അടിയിലിരിക്കുന്ന ക്ലോത്ത് ഡയപ്പറിന്റെ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ല് ഒരിക്കലും അങ്ങനെ വെറ്റാവില്ല. അതുകൊണ്ട് ഇതിന്റെ പുറത്തുള്ള ആ ഒരു ഷെല്ല് നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാം. പിന്നെ ഇതാണെങ്കിൽ ഓരോ തവണ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇത് വാഷ് ചെയ്തിട്ട് ഉണങ്ങാനുള്ള സമയമൊക്കെ സാധാരണ ക്ലോത്ത് ഡയപ്പറിന്റെ ഒരു സമയം തന്നെ എടുക്കുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വേറൊരു സെറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ട് ഒരു പരിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്മോൾ സൈസും ലാർജ് സൈസും അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. ഞാനിത് മെഷീൻ വാഷ് തന്നെയാണ് ചെയ്യാറ്. ആദ്യം ഒന്ന് പ്രീ വാഷ് ചെയ്യും, എന്നിട്ട് നോർമൽ വാഷ് തന്നെ ചെയ്യും. ബേബീസിന്റെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ബേബി ഫ്രണ്ട്ലി ഡിറ്റർജന്റ് ലിക്വിഡ് ഒക്കെ തന്നെയാണ് നല്ലത്. പിന്നെ ഒരിക്കലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാബ്രിക് കണ്ടീഷണറോ സോഫ്റ്റ്നറോ ഒന്നും യൂസ് ചെയ്യുന്നത് ബേബീസിന്റെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഫസ്റ്റ് യൂസിന് മുമ്പായിട്ട് എന്തായാലും വാഷ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേബീന്റെ സൈസിനനുസരിച്ച് കറക്റ്റായിട്ട് ഈ സ്നാപ്പ് ബട്ടൺസ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സൈസിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ലീക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.